ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പിന്മാറി. നിയന്ത്രണം ഇപ്പോൾ ഹമാസിൻ്റെ കയ്യിലാണ്. ബന്ദി കൈമാറ്റവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഹമാസിൻ്റെ നേതൃത്വത്തിലാണ് നിലവിൽ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിനിടെ പലായനം ചെയ്തവർ ഗസയിലേക്ക് തിരിച്ചെത്തുന്നു. 10,000-കണക്കിന് പലസ്തീനികൾ ഇപ്പോഴും തെരുവുകളിലാണ് കഴിയുന്നത്. 15 മാസമായി ഇസ്രായേൽ ഗസയിൽ കനത്ത ആക്രമണം നടത്തുന്നു. ഹമാസിൻ്റെ ശക്തി മുഴുവനായും തകർത്ത് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക, ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഹമാസിന് കനത്ത നാശം വിതയ്ക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹമാസ് വീണ്ടും കരുത്ത് വീണ്ടെടുക്കുകയാണ്. ഗസയെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ഹമാസ് തന്നെയാണ്. തലപ്പാവ് ധരിച്ച് മുഖം മറച്ച 100-കണക്കിന് ഹമാസ് പ്രവർത്തകരാണ് ബന്ദികളെ മോചിപ്പിക്കാനെത്തിയത്. ഈജിപ്തിൽ നിന്നും 100-കണക്കിന് ട്രക്കുകളാണ് ഭക്ഷ്യധാന്യങ്ങളുമായി ഗസയിലേക്ക് എത്തുന്നത്. ഈ ട്രക്കുകളെ നിയന്ത്രിക്കുന്നത് ഹമാസാണ്. 1000-കണക്കിന് വരുന്ന ഹമാസ് പ്രവർത്തകരാണ് യൂണിഫോം ധരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങളും ടാങ്കറുകളും ഗസയിൽ ആക്രമണം നടത്തിയപ്പോൾ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. അവരെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രതീക്ഷിച്ചതുപോലെ ഹമാസിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ തെളിവാണ് ഹമാസ് പ്രവർത്തകരുടെ സജീവ സാന്നിധ്യം. എന്നാൽ ഹമാസിൻ്റെ ജനപിന്തുണ 1/3 കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകളും അതിനിടെ പുറത്തു വരുന്നുണ്ട്. ഹമാസിന് പലസ്തീനികൾക്കിടയിൽ ഉണ്ടായിരുന്ന പിന്തുണയും വലിയ രീതിയിൽ കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം 15 മാസം അത്രയേറെ ദുരിതം ജനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. 47,000-ഓളം പലസ്തീനികൾ ദാരുണമായി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു. വീടുകളും തകർന്നു. തിരിച്ചെത്തിയ 10,000-കണക്കിന് പലസ്തീൻകാർ ഗസയിൽ തെരുവിൽ കഴിയേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ബുൾഡോസറുകളും ബോംബർ വിമാനങ്ങളും അവരുടെ വീടുകൾ തകർത്തിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവരെയൊക്കെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ഹമാസിന് ജനപിന്തുണ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഇസ്രായേലിന് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട്. ഇനിയും ഹമാസ് ഉയർത്തെഴുന്നേൽക്കുമോ എന്ന ഭയം ഇസ്രായേലിനുണ്ട്. ലെബനനിൽ ഇതിനേക്കാളും വലിയ ക്ഷീണം ഹിസ്ബുള്ളയ്ക്കുണ്ടായി. ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഹൂതികൾ ചെങ്കടലിലെ ആക്രമണം നിർത്തിവെച്ചു. അങ്ങനെ പശ്ചിമേഷ്യയിൽ താൽക്കാലികമായെങ്കിലും വെടിയൊച്ച നിലച്ച് സമാധാനം കൈവരിക്കുന്നു. ഗസയിലെ സ്ഥിതി സങ്കീർണവും അപകടകരവുമായി തുടരുകയാണ്. ദുരിതങ്ങൾ ജനങ്ങളെ പിടിമുറുക്കിയിരിക്കുന്നു. തകർച്ചയിൽ നിന്ന് കരകയറാൻ പലസ്തീന് കഴിയുമോ? ലോകം വീക്ഷിക്കുന്നത് അതാണ്.